എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ അവസരം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും വ്യത്യസ്ത പ്രായപരിധി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഓരോ തസ്തികകളെ കുറിച്ച് വിശദമായി അറിയാം. ആദ്യത്തേത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയാണ്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആർക്കിടെക്ചർ ഓർ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് പരിജ്ഞാനം എന്നിവയാണ് യോഗ്യത. പ്രായപരിധി 45 വയസ്സാണ്. താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിന്റെ മാതൃക www.cet.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. യഥാവിധി പൂരിപ്പിച്ച ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പ് എന്നിവ സഹിതം ജൂൺ 30 രാവിലെ 10 ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന എഴുത്തു പരീക്ഷയിലും തുടർന്ന് നടത്തുന്ന ഇന്റർവ്യൂവിലും പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് ട്യൂഷൻ ടീച്ചേഴ്സിന്റെ ഒഴിവുകളാണ്. പെരുമ്പാവൂർ നഗരസഭ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലും UP വിഭാഗത്തിലും ട്യൂഷൻ എടുക്കുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അധ്യാപകർ വനിതകളായിരിക്കണം. വെള്ളപ്പേപ്പറിൽ പേര്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ എഴുതി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൾ ജൂൺ 30 വൈകിട്ട് 5 മുമ്പായി കൂവപ്പടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കണം. ഹൈസ്കൂൾ തലം ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ സയൻസ്, യോഗ്യത B.Ed. UP തലത്തിൽ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിനും യോഗ്യതയുള്ളവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കൂവപ്പടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയാണ്. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനിലാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ 1 വർഷത്തേക്ക് കരാർ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. MCA അല്ലെങ്കിൽ B.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടാവണം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, സെർവർ മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ ഡാറ്റാബേസ് സെർവർ അഡ്മിനിസ്ട്രേഷനിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രതിമാസ വേതനം 28,100 രൂപയാണ്. നിശ്ചിത യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, യോഗ്യത, പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂൺ 27 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പൂജപ്പുരയിലെ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ മുഖ്യ ഓഫീസിൽ നേരിട്ട് എത്തേണ്ടതാണ്. അടുത്തത് പ്രൊജക്ട് സയന്റിസ്റ്റ് ഒഴിവുകളാണ്. കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ നടപ്പിലാക്കി വരുന്ന പ്രൊജക്ടുകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി പ്രൊജക്ട് സയന്റിസ്റ്റുമാരുടെ ഒരു പാനൽ തയ്യാറാക്കുന്നതിനാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്രൊജക്ട് സയന്റിസ്റ്റ് സ്പേസ് ടെക്നോളജി 30 ഒഴിവും പ്രൊജക്ട് സയന്റിസ്റ്റ് എർത്ത് സയൻസ് 25 ഒഴിവുകളുമാണ് ഉള്ളത്. പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പരിചയ സർട്ടിഫിക്കറ്റിൽ സ്ഥാപനത്തിന്റെ പേര്, തസ്തികയുടെ പേര്, കാലയളവ്, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരിയുടെ പേര് എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്. അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 3 മുൻപായി www.ksrec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് അധ്യാപക ഒഴിവുകളാണ്. ശ്രീ സ്വാതി തിരുനാൾ സർക്കാർ സംഗീത കോളേജിൽ 2025-26 അധ്യയന വർഷത്തിൽ വോക്കൽ, വയലിൻ വിഭാഗങ്ങളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ വയലിൻ വിഭാഗം ഉദ്യോഗാർത്ഥികൾ ജൂലൈ 4 രാവിലെ 10 മണിക്കും വോക്കൽ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 8 രാവിലെ 10 മണിക്കും കോളേജിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യതകൾ, മാർക്ക് ലിസ്റ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ മുതലായവയുടെ അസലും പകർപ്പുകളും അഭിമുഖ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും നിശ്ചിത സമയത്തിന്റെ അരമണിക്കൂർ മുന്നേ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.